ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഗെയിമിൽ കൊണാമി ഇന്ന് ആഡ് ചെയ്ത യൂറോപ്യൻ ക്ലബ് അറ്റാക്ക് എന്നുള്ള പാക്കിൻ്റെ റിവ്യൂവിനെ പറ്റിയാണ്. സോ അതുപോലെ തന്നെ നമ്മൾ ഈ പാക്ക് എടുക്കണോ വേണ്ടയോ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. ഓക്കെ ഗൈസ്, സോ ഈ പാക്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് മൈക്രോവൻ, ബസ്റ്റിറ്റ്യൂട്ട, റോയ് കോസ്റ്റ ഇത്രയും പ്ലേസ് നമ്മുടെ ഈ പാക്കിന് തുള്ളത്. സോ ഈ പാക്കിനകത്ത് റോയ് കോസ്റ്റ ഒരു ഹോൾ പ്ലെയർ ആണ് വരുന്നത്. ബാക്കി രണ്ടുപേരും ബസ്റ്റിറ്റ്യൂട്ടായാലും മൈക്രോവൻ ആണെങ്കിലും അവർ ഗോൾ പോച്ചേഴ്സുമാണ്. സോ ഇവിടെ എക്സ്ട്രാ സ്കില്ല് വരുന്നത് നമ്മുടെ ബസ്റ്റിറ്റ്യൂട്ടേക്കും മൈക്രോവനും മാത്രമേ വരുന്നുള്ളൂ, നമ്മുടെ ഫിനോമിനൽ ഫിനിഷിങ് എന്നൊരു സ്കില്ല്. സോ ഇവിടെ മൈക്രോവൻ്റെ കാര്യത്തിൽ മൈക്രോവൻ്റെ എല്ലാവരും പറയുന്ന ഒരു ബെസ്റ്റ് ഒരു ടോപ്പ് റേഞ്ച് വരുന്നത് നമ്മുടെ കിക്കിംഗ് പവർ 90 വരുന്നുണ്ട് എന്നൊരതാണ്. അതുപോലെ തന്നെ പുള്ളിക്ക് പെട്ടെന്ന് നമ്മൾ പുള്ളിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് വലിയ സ്റ്റാറ്റ് നമുക്ക് കാണില്ല. കാരണം പുള്ളിക്കിൻ്റെ അവിടെ ഡ്രിബ്ലിംഗ് ഉണ്ട്, കുറച്ച് ഫിനിഷിംഗ് ഉണ്ട്, കുറച്ച് ഒരു സ്പീഡ് ആക്ട്രേഷൻ, ഇതൊക്കെ ഉള്ളൂ. ഫിസിക്കൊന്നും ഇല്ല. സോ അറിയാലോ, പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ പുള്ളി ഒരു നമുക്ക് ഗോൾ പോസ്റ്ററിന് വേണ്ടതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഫിസിക്കിൻ്റെ കാര്യമൊക്കെ വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഫിസിക്ക് ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ ഓർത്തു. പക്ഷേ നിങ്ങൾക്ക് നല്ല ട്രിബിൾ ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ ഹീസ് ബെസ്റ്റ് ആയിരിക്കും. കാരണം നന്നായിട്ട് ട്രിബിളിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോൾ കൺട്രോളും 79 ലെവലപ്പ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 80-90 ചിലപ്പോൾ കയറാം, 90 വരാം. സോ പിന്നെ നിങ്ങൾ സ്ട്രൈക്കർ ഇൻസ്റ്റിങ്ക്റ്റ് കൊടുക്കുകയാണെങ്കിലും അതിൻ്റേതായ അഡ്വാൻറ്റേജും നിങ്ങളുടെ മൈക്രോവനുണ്ടാവും. പിന്നെ പുള്ളിക്ക് ഹെഡിങ് ഉണ്ട്, ലോങ് റേഞ്ച്. സോ അങ്ങനെ കുറേ സ്കില്ലും കൊടുത്തിട്ടുണ്ട്. സൂപ്പർ സമാണ്. സോ സെക്കൻഡ് ഹാഫിലൊക്കെ ഇറക്കുവാണെങ്കിൽ നിങ്ങളുടെ ടീം ഇപ്പോൾ പുറകിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഹാഫിലൊക്കെ ഇറക്കുവാണെങ്കിൽ നല്ല പെർഫോമൻസ് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. സോ ഒരു എക്സ്ട്രീം ലെവൽ പെർഫോമൻസും പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഈ സൂപ്പർ സമ്മർ സ്കിൽ ഉള്ളതുകൊണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ബസ്റ്റിറ്റ്യൂട്ടയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ പുള്ളിയുടെ ഒരു നല്ലൊരു എപ്പിക്കാർഡാണ്, നമ്മുടെ ഒരു പ്രൈം ടൈം ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ നല്ല അറ്റാക്ക് ഞാൻ പറഞ്ഞ മറ്റേ നമ്മുടെ കറണ്ട്ലി നമ്മുടെ മൈക്രോവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി നമ്മുടെ ബസ്റ്റിറ്റ്യൂട്ടൊക്കെ 81 ഉണ്ട്. നമ്മുടെ അറ്റാക്കിങ് അവയർനെസ് ഉണ്ട്. പിന്നെ ഫിനിഷിങ് കറണ്ട്ലി നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഇതിൽ കുറവാണ്. ഹെഡിങ് ഉണ്ട്. പിന്നെ നമുക്ക് സ്പീഡിൻ്റെ കാര്യത്തിൽ കിക്കിംഗ് പവർ ഉണ്ട്. സ്പീഡൊക്കെ ആക്ച്വലി കുറവാണ് ഫിസിക്ക്. സോ ബസ്റ്റിറ്റ്യൂട്ടിക്ക് മെയിൻലി കൊടുത്തിരിക്കുന്ന ഇതിൽ ഹെഡിങ്, ഫിനിഷിങ്, അറ്റാക്കിങ് അവയർനെസ്, ഫിസിക്ക്, കിക്കിംഗ് പവർ ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നേരെ തിരിച്ച് നമ്മുടെ മൈക്രോവനാണെങ്കിൽ എടുത്തു പറയാണ് ഫിനിഷിങ്, ഡ്രിബിളിങ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പീഡ്, ആക്സലറേഷൻ, കിക്കിംഗ് പവർ ഇത്രയാണ്. സോ രണ്ട് പേർക്കും നമ്മുടെ ബസ്റ്റിറ്റ്യൂട്ടിക്കായാലും മൈക്രോവനായാലും വന്നിരിക്കുന്ന ഒരു കോമൺ വന്നിരിക്കുന്നത് കിക്കിംഗ് പവറാണ്. കിക്കിംഗ് പവറാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അറൗണ്ട് ഇവിടെ 84 അവിടെ 79 ഉണ്ട്. സോ ജസ്റ്റ് വലിയ വ്യത്യാസമില്ല. ബട്ട് പിന്നെ ചേഞ്ച് വന്നിരിക്കുന്നത് ബസ്റ്റിറ്റ്യൂട്ടേക്ക് ഫിസിക്കലി നല്ലൊരു അഡ്വാൻറ്റേജ്, നല്ലൊരു മേധാവിത്വം കാണുന്നുണ്ട്. 80 വന്നിട്ടുണ്ട്, മറ്റവിടെ 60 എത്രയാണ്. സോ ഭയങ്കര ബാക്കിലായിപ്പോയി. പിന്നെ ഇവിടെ സ്പീഡ് കുറഞ്ഞു 79-77 അവിടെ 80 സംതിങ് പച്ചകത്ത് നിൽക്കുവാണ് അവിടെ. പിന്നെ ഹെഡിങ് ഇവിടെ ഉണ്ട്. ഇവിടെ എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഹെഡിങ് ഉണ്ട്. അവിടെ ഹെഡിങ് ഇതിൽ കുറവാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ട് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. സോ എക്സ്ട്രാ ഒരു ബൂസ്റ്റ് സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ്ക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ ഫിനിഷിങ്ങിലും അറ്റാക്കിങ് അവയർനെസ്സിലും ബോൾ കൺട്രോളിലും ആക്സലറേഷനും അഡ്വാൻറ്റേജസ് ഉണ്ടാവും. പിന്നെ ലോങ് റേഞ്ച് നക്കിൾ ഷോട്ട്, അക്രോമാറ്റിക് ഫിനിഷിങ്, ഫസ്റ്റ് ടൈം ഷോട്ട്, ഏരിയൽ സുപ്പീരിയോറിറ്റി, ഫൈറ്റിംഗ് സ്പിരിറ്റ്, പിന്നെ നമ്മുടെ ഫിനോമിനൽ ഫിനിഷിങ്, അങ്ങനെ കുറച്ച് സ്കില്ലും പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കുറച്ച് സ്കില്ലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ റോയ് കോസ്റ്റയുടെ കാര്യത്തിലാണെങ്കിൽ ഹോൾ പ്ലെയർ ആണ്. അറിയാലോ, ഹോൾ പ്ലെയർ നമ്മുടെ ഇടയിൽ കൂടെ ഒക്കെ കയറി പിന്നെ പുള്ളിനെ നമുക്ക് അറ്റാക്കായിട്ട് കളിപ്പിക്കാം, സെക്കൻഡ് സ്ട്രൈക്കറായി കളിപ്പിക്കാം, അറ്റാക്ക് മിഡ്ഫീൽഡറായി കളിപ്പിക്കാം, വിങ്ങറായി കളിപ്പിക്കാം, ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിപ്പിക്കാം. അങ്ങനെ അതായത് കോൺസെൻട്രേറ്റിംഗ് അത് കളിപ്പിക്കാൻ ഒരു നല്ല പ്ലെയറാണ്. പിന്നെ പാസിംഗ് ആണ് അതിന്. പിന്നെ ഒരു ഹോൾ പ്ലെയറിന് വേണ്ടതൊക്കെ പാസിംഗ് ഉണ്ട്. പിന്നെ ഫിനിഷിങ് 76 ഉണ്ട്. ഹെഡിങ് കുറവാണ്. ഹെഡ് പീസ് കയറുന്നുണ്ട് നന്നായിട്ട്. ഹെഡ് പീസ് ഇച്ചിരി 78 ഇന്ന് കുഴപ്പമില്ല. പിന്നെ സ്പീഡ് ഇതിൽ കുറവാണെങ്കിലും വിഷയമുള്ള ആക്യുറേഷൻ ഒക്കെ കുറവാണ്. 79-74. ഓക്കെ, അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അമോറിമോ അങ്ങനെയുള്ള ദശാംശം അങ്ങനെ കോച്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത്. നമ്മുടെ ദശാംസ്, സാബി അലോൺസോ, അമോറി അങ്ങനെയുള്ള സ്പീഡി കോച്ചസ്, സ്പീഡ്, ആക്സലറേഷൻ അതൊക്കെ കൂട്ടിത്തരുന്ന കോച്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും. പിന്നെ ഫിസിക്കൽ കോൺടാക്റ്റ് കുറവാണ്, ജമ്പിങ് കുറവാണ്. ഞാൻ ചോദ്യം വേണമെന്നില്ല, ഫിസിക്ക് കുറവാണ്, ജമ്പിങ്ങും ഇല്ല. പിന്നെ എന്നാ ഉള്ളത് ഫിസിക്ക്. സോ പിന്നെ ഏരിയലിൻ്റെ കാര്യത്തിൽ ഇച്ചിരി പുറകിലാണ്. നമ്മുടെ റൂയി കോസ്റ്റ് ഏരിയൽ ബോൾസിന് ഇച്ചിരി പിന്നോക്കമാണെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഗെയിം എങ്ങനെയാണ് നമുക്കറിയില്ല. സ്റ്റാറ്റ് വൈസിലി ഹെഡിങ്ങും ഇല്ല, നമ്മുടെ പിന്നെ ജമ്പിങ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു CMF ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ കളിക്കാതെ മനസ്സിലായത്. കാരണം ഒരു പന്ത് ലോങ് ബോൾ വരുവാണെങ്കിൽ ആ പന്ത് CMFിലാണ്, നമ്മുടെ മിഡ്ഫീൽഡ് വെച്ചിട്ടുള്ള പന്തുമുണ്ട്. സോ ഒരു ഏരിയൽ ബോൾ വേണമെങ്കിൽ ആ പന്ത് വിൻ ചെയ്യാനുള്ള റേറ്റ്
റോയ്ക്കോസ് ചിലപ്പോൾ കുറവായിരിക്കാം, കാരണം ജമ്പിങ്ങും ഇല്ല, ഹെഡിങ്ങും ഇല്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നോക്കി. സോ വേറെ ഒന്നും പറഞ്ഞില്ല, പുള്ളി കുളത്തിനല്ല, നല്ലതാണ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗെയിം പ്ലേസ് നോക്കി എടുക്കാമെന്നാണ്. പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇതെടുക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ നല്ല പ്ലെയർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഉള്ള ഷെവച്ചങ്കോ ഉണ്ട്, അങ്ങനെ കുറച്ച് എൻ്റെ പ്ലെയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാക്ക് എടുക്കുന്നില്ല. ഓക്കെ, ഞാൻ ഈ പാക്ക് നോക്കുന്നില്ല, കാരണം ഞാൻ എല്ലാവരെ പോലെയും ലൈക്ക് എൻ്റെ വലിയ ക്യാഷോ അങ്ങനെ സംഭവമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ടീമിലേക്ക് വേണ്ട പ്ലേസിന് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ നോക്കുവാണെങ്കിൽ എനിക്ക് ഞാൻ ഡിഫൻഡേഴ്സാണ്. എനിക്കിപ്പോൾ ഡിഫൻഡർമാർ ആരും ഇല്ല. ഫ്രീ ആയിട്ട് ടോണയാണംസ് മാത്രമേ ഉള്ളൂ, പിന്നെ ഗോൾ കീപ്പറും. സോ ഇത്രയും പ്ലെയേഴ്സാണ് എൻ്റെ ടീമിൽ. എനിക്ക് ഡിഫൻഡേഴ്സിൻ്റെ ആ റോള്, ഡിഫൻസ് മിഡ്, LB, RB, CB, ഗോൾ കീപ്പർ, ഇത്രയും പൊസിഷനിലേക്ക് പ്ലെയർ വേണം. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പാക്കുകൾ വരുമ്പോൾ മാത്രമേ ഞാൻ ഈ സ്പിന്നിങ് ആലോചിക്കുന്നു ഓടിയുള്ളൂ. അത്രയും ഞാൻ ആലോചിക്കുന്നു. കാരണം ഈ ചുമ്മാ സ്ട്രൈക്കർമാരെ മൊത്തം വെച്ചിട്ട് ഞാൻ ഇവിടെ ഒന്നും നടത്താൻ പോകുന്നില്ല. അപ്പോൾ ഇത്രയും സ്ട്രൈക്കർമാർ ആവശ്യം നമുക്കില്ല എന്തായാലും. സോ ഒരു കളിക്ക് കൂടിപ്പോൾ 2 സ്ട്രൈക്കർമാരൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് കുറേ നമ്മുടെ ചില കളികൾ എനിക്ക് ബെയിലിന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില കളികൾ എനിക്ക് നമ്മുടെ ആൻറ്റിക്കോണിന് യൂസ് ചെയ്യാൻ പറ്റില്ല, ബഗ്ഗിയോ അങ്ങനെ ചില ഓരോ കളിക്ക് നമുക്ക് എനിക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ആ ഒരു വിഷമം എനിക്കുണ്ട്, കാരണം എങ്ങനെ യൂസ് ചെയ്യും. സോ ഓരോരുത്തരെ കളിച്ച് സോ ഒരാളെ കളിക്കുമ്പോൾ മറ്റൊരാളെ ചിലപ്പോൾ കളിച്ച് നമുക്ക് ടച്ച് കിട്ടും. അതുകൊണ്ടാണ് എല്ലാവരുമായിട്ട് എല്ലാ ഓരോ കളി ഓരോരുത്തർ വെച്ച് കളിപ്പിക്കുന്നത്. സോ അങ്ങനെയാണ് കുഴപ്പമില്ല. സോ അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ ഈ പാക്ക് നിങ്ങളിപ്പോൾ പൈസ ഉണ്ട്, കുറേ പൈസ ഉണ്ട്, എത്ര വേണം ടോപ്പ് ചെയ്യാം എന്നാണെങ്കിൽ നിങ്ങൾ എടുത്തോ, കുഴപ്പമില്ല. നല്ല ടീം ഉണ്ടാക്കാൻ നിങ്ങൾ എടുത്തോ. നിങ്ങളിപ്പോൾ ലാസ്റ്റത്തെ പാക്കൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. നല്ല പാക്കാണ്, നല്ലൊരു റേറ്റിങ്ങും നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പാക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഗെയിം പ്ലേ ഒന്നും കണ്ടില്ല, ഗെയിം പ്ലേ കണ്ടിട്ട് ഞാൻ റിവ്യൂ ചെയ്യാം. ഇത് കറൻറ്റ്ലി നമ്മൾ സ്റ്റാറ്റ് ബേസിൽ നമ്മൾ ചെയ്യുന്ന ഡീറ്റെയിൽ റിവ്യൂ ആണ്. ഓക്കെ, സോ ഗെയിം പ്ലേ വെച്ച് നമുക്ക് വേണമെങ്കിൽ പിന്നെ എപ്പോഴും ചെയ്യാം. നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോ നമ്മുടെ ഫൈനൽ ലാസ്റ്റ് പറയുകയാണെങ്കിൽ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടവർക്ക് എടുക്കാം, വേണ്ടവർക്ക് എടുക്കണ്ട എന്ന് ഞാൻ പറയില്ല. കാരണം പൈസ ഉണ്ടോ എടുത്തോ, പൈസ ഇല്ല എങ്കിൽ എടുക്കണ്ട. ലൈക്ക് ഫോർ മീ ഞാൻ എടുക്കുന്നില്ല എന്തായാലും. കാരണം നമ്മുടെ മൾട്ടീനി, ബെക്കംബവർ, നമ്മുടെ എഡ്ഗർ ഡേവിസ്, അങ്ങനെ കുറേ പേര് ഗെയിമിലേക്ക് ആഡ് ചെയ്യാനുണ്ട്, ഞങ്ങൾക്ക് റൂമർ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഗെയിമിലേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ എടുക്കാം. ഡിഫൻസ് മിഡിലേക്ക് ആളാവും, സെൻറ്റർ ബാക്കിലേക്ക് ആളാവും, LB, RB, ഗോൾ കീപ്പറൊക്കെ ആളാവും. നമ്മുടെ പീറ്റർ ചെക്കൊക്കെ വരാൻ പോകുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ നമ്മുടെ എല്ലാവർക്കും അറിയല്ലോ, നമ്മുടെ കറൻറ്റ് ബഫറാണ് ഇപ്പോൾ ടോപ്പ് നിൽക്കുന്നത്. സോ പീറ്റർ ചെക്ക് വന്നാൽ ഞാൻ പൊളിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി അതിനുവേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ പാക്കിൻ്റെ കാര്യം പിന്നെ നിങ്ങൾക്കിപ്പോൾ അത്രയ്ക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഞാൻ പറയാം, ഇതിപ്പോൾ 6 ദിവസമുണ്ട്. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇതെടുക്കുക, ക്യാപ്റ്റൻ സുഭാഷാണ് ഇതെടുക്കുക. കാരണം ഇത് അറൗണ്ട് 9 ദിവസത്തോളം ഇനിയുണ്ട്. അറൗണ്ട് വെച്ചാൽ ഈ കറൻറ്റ്ലി ഈ റൂയിക്കോസയുടെ പാക്കിനേക്കാളും അറൗണ്ട് 3 ദിവസം എക്സ്ട്രാ നിങ്ങൾക്ക് ഇത് കിട്ടും. നിങ്ങൾക്ക് അതുകൊണ്ട് കുറച്ച് കൂടുതൽ സ്പിൻ ഇത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കാരണം 76 സ്പിൻ എനിക്ക് മിച്ചമുള്ളൂ. സോ ഇനി ഇതിൻ്റെ അകത്ത് എനിക്ക് ആ 4 മാത്രമേ ഉള്ളൂ കറണ്ട്ലി മിച്ചം, ബാക്കി ഞാൻ വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ കറണ്ട്ലി ഇനി ഞാൻ അവിടെ സ്പിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇനിയും സ്ട്രൈക്കർമാരെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുടിഞ്ഞു പോകും ഗൈസ്. ഒറ്റ യാത്ര എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് വട്ട് പിടിക്കും, കാരണം മൊത്തം സ്ട്രൈക്കർമാർ മാത്രമേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ കാരണം എനിക്ക് പ്ലാന്റിനും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റൂയിക്കോസിന് ആവശ്യമില്ല. കാരണം ഞാൻ CM വെക്കുന്നത് ഗുട്ടി അല്ലെങ്കിൽ ബെക്കാം, ഇവർ മതി. പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ ഡിഫൻഡേഴ്സ് എടുത്തു കഴിഞ്ഞു മിച്ചുണ്ടെങ്കിൽ അവരെ സ്പിൻ ചെയ്യാൻ ആലോചിക്കുന്നത്. സോ പിന്നെ അറ്റാക്കിംഗ് മിഡിൽ എന്താണ് നമ്മുടെ ബോൾ പ്ലെയറായിട്ട് നമ്മുടെ പ്ലാന്റീനി ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഞാൻ മെയിൻലി നമ്മുടെ 1800 മെസ്സി ഉണ്ടല്ലോ, പുള്ളി നന്നായി കളിക്കും, നല്ല കിക്കും, പുള്ളി നല്ല പവർ അടിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഞാൻ പേഴ്സണലി കണ്ടതാണ്. സോ പിന്നെന്താണ് ഗൈസ്, പിന്നെ ഇന്ന് മൺഡേ ഉള്ളല്ലേ, നമ്മുടെ അടുത്ത വ്യാഴാഴ്ച ഈ വരുന്ന വ്യാഴാഴ്ച ഈ കമ്മിങ് തേഴ്സ്ഡേ ആണ് നമ്മൾ അപ്ഡേറ്റ്. സോ ചിലപ്പോൾ ഈ വ്യാഴാഴ്ച എന്തിനും ന്യൂ പാക്ക് ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് മൾട്ടീനി പാക്ക് ആവും. സോ അതുകൊണ്ട് തന്നെ അത് മൈൻഡ് വെച്ചേക്കാം നിങ്ങൾ. കാരണം ഇത് സ്പിൻ ചെയ്തു പിന്നെ മൾട്ടീനി വന്നല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ വേണ്ടവർക്ക് എടുക്കാം. നമ്മൾ ലാസ്റ്റായിട്ട് നമ്മുടെ ഗെയിമിൽ നിന്ന് പോയ പാക്കാണ് നമ്മുടെ ഡിയാഗോ ഫോർലാൻഡ് ഇതുപോലത്തെ പച്ചക്കാട്. സോ കറണ്ട് ഗെയിമിൽ റണ്ണാണ് നമ്മുടെ ക്യാപ്റ്റൻ സുഭാഷയുടെ ടീമിലുള്ളത്. സോ നിങ്ങൾ ക്യാപ്റ്റൻ സുഭാഷ ടീം പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇതെടുക്കുന്നതായിരിക്കും
പേഴ്സണലി. ബട്ട് ഞാൻ കാണുന്ന ക്യാപ്റ്റൻ സുഭാഷ തീമാണ് എടുത്തത്, കാരണം കുറച്ച് കൂടുതൽ ഡേയ്സ് ഉള്ളതുകൊണ്ടേ. സോ സെയിം പാക്കാണ്, അവിടെ ഈ പറഞ്ഞ സെയിം പാക്കാണ്. പിന്നെ ആ 3 എപ്പിക്കുള്ളൂ, അതിന് ചെറിയ വ്യത്യാസമുള്ളൂ, പിന്നെ വേറെ ഒന്നുമില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ദൈവത്തെ തെറി വിളിക്കാൻ പാടില്ല. ഓൾറെഡി നമുക്ക് വലിയ സപ്പോർട്ട് ചെയ്യുന്നില്ല, കൂടെ നിങ്ങൾ തെറിയും കൂടെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരും തെറി വിളിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കുറേ ഇങ്ങനെ ചുമ്മാ ഗെയിം പ്ലേസ് കാണാറുണ്ട്. സോ ഞാൻ ഗെയിം പ്ലേസ് അപ്പോൾ അവർ അവിടെ ആ യൂട്യൂബേഴ്സിനൊക്കെ, ആ വീഡിയോ യൂട്യൂബേഴ്സിനൊക്കെ തെറി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവർക്ക് എന്തിൻ്റെ സുഖം കിട്ടുന്നത് എനിക്കറിയില്ല. ബട്ട് അങ്ങനെ വിളിക്കാൻ പാടില്ല, ബിക്കോസ് അവർ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ എഫേർട്ടിനെ നിങ്ങൾ ആരും അവഗണിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്തേക്കുക. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ ഗീവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു ഗൈസ്.